എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു താരത്തെ നിങ്ങൾക്ക് മനസ്സിലായോ? താരം തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. സൗണ്ട് കേട്ടിട്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എല്ലാവരും ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു ഇദ്ദേഹം. കാരണം ബിഗ് ബോസിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ഫിസിക്കൽ അസാൾട്ട് കാണിച്ചതിന്റെ പേരിൽ ഇയാൾ അതിനകത്തുനിന്ന് പുറത്താക്കിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒച്ചത്തിൽ കിടന്നങ്ങ് അലറി സംസാരിക്കുക. അതായിരുന്നു പുള്ളിക്കാരൻ്റെ അന്നത്തെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇദ്ദേഹം എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, അതായത് പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു. ഈ കഴിഞ്ഞിടെ നടന്ന ഇലക്ഷനിൽ വലിയ കാര്യത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 8 നിലയിൽ പൊട്ടിയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1 മാസം പോലും തികഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടത്. അവർക്ക് എന്തോ വൈയായികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ മരണപ്പെട്ട് 1 മാസം പോലും തികയുന്നതിന് മുൻപേ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ ഒരു പ്രതിഷേധം, അതായത് യുവമോർച്ചയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം നിങ്ങൾക്ക് കാണണ്ടേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ? നമുക്കൊന്ന് വളരെ വ്യക്തമായിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് 2 വർത്താനം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, കരുത്തനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു പ്രതിഷേധം. എന്താ പറയണ്ടേ, പട്ടിഷോ, നല്ല ഒന്നാന്തരം പട്ടിഷോ എന്ന് തന്നെ ഇതിനെതിരെ പറയേണ്ടി വരും. കാരണം സ്വന്തം അമ്മ മരണപ്പെട്ടിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ല. എങ്ങനെ ഇയാൾക്കൊക്കെ തോന്നുന്നു ഇമാതിരി ഒരു പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് അവിടെ കിടന്ന് ഇമാതിരി ഒരു പ്രതിഷേധം ചെയ്യാനായിട്ട് ഇയാൾക്ക് എങ്ങനെ തോന്നുന്നു? എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? എന്തിൻ്റെ പേരിലാണെങ്കിൽ, അല്ല ഇനിയിപ്പോൾ എത്ര വലിയ പ്രതിഷേധമാണെങ്കിൽ പോലും നാണമുണ്ടോ ഇയാൾക്ക്? ഇയാൾക്ക് സ്വന്തം അമ്മയോട് അല്പമെങ്കിലും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇമാതിരി ഒരു പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഇയാൾ ഇറങ്ങി തിരിക്കുമോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഒന്ന് റീച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് പോരാത്തിന് ഈ പുള്ളിക്കാരനൊരു ബിഗ് ബോസ് താരം കൂടെയാണല്ലോ. ശരിയാണ്, ഇയാളെ നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് വെറും ഒരു പട്ടിഷോ കാണിക്കുന്ന ഒരാൾ മാത്രമാണ്. കുറേ അലറി വിളിച്ച് പറയുക എന്നതല്ല. ഇയാൾക്ക് എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത്? എന്ത് ക്വാളിറ്റി ഉണ്ട്? സ്വന്തം അമ്മ മരണപ്പെട്ട് ഏകദേശം 1 മാസം പോലും തികയുന്നതിന് മുന്നേ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുമോ? എന്തിൻ്റെ പേരിലാണ്? എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് പട്ടിഷോയ്ക്കാണെങ്കിലും ഇയാളോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഇയാളുടെ ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്താ പറയേണ്ടത്? ഇയാളുടെ അമ്മ മരിച്ച സമയത്ത് ഭയങ്കര സങ്കടത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണ്, മരിച്ചു പോയവർ മരിച്ചു പോയി, ആയിക്കോട്ടെ. പക്ഷേ സ്വന്തം അമ്മ നഷ്ടപ്പെട്ട്
ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അതുപോലും മറന്നിട്ട് ഈ തെരുവിലേക്ക് ഇറങ്ങി ഇമാതിരി കാണിച്ചു കൂട്ടാൻ അതും യുവമോർച്ച BJPക്ക് വേണ്ടിയിട്ട് എന്താ ഇതിനൊക്കെ പറയണ്ടേ? VD സതീശനെതിരെയാണ് വന്നിട്ട് ഇവർ ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇയാൾക്ക് ഇയാളുടെ ഒരു കുടുംബത്തോടുള്ള അല്ലെ സ്വന്തം അമ്മയോടുള്ള ആത്മാർത്ഥത എത്രത്തോളാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഇയാളുടെ ഈ ഒരു പ്രതിഷേധവും ഈ ഒരു സമരത്തിൽ അയാൾ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികളും കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്താ കാണിക്കുന്നത്? ഭയങ്കര പ്രതിഷേധം, ഭയങ്കരമായിട്ട് ആർപ്പ് വിളിക്കുന്നു, കിടന്ന് അലറുന്നു. അതാണല്ലോ ഇയാളുടെ മെയിൻ പരിപാടി, കിടന്ന് അലറി വിളിച്ച് എന്നിട്ട് പോലീസുകാർ മറ്റേ ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഭയങ്കര മാസമായിട്ട് കാണിക്കുക. കാരണം എന്താ, ഇയാൾക്ക് അറിയാം മീഡിയക്കാരുള്ളത് കൊണ്ട് തന്നെ അതിന് മുന്നിൽ കിടന്ന് ഭയങ്കര മാസമായിട്ടുള്ള പ്രകടനങ്ങളാണ്. എന്താ ഇവനെയൊക്കെ പറയേണ്ടത്? കഷ്ടം തന്നെ. വലിയ കാര്യത്തിലൊരു ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്നു, കുണ്ടറയിൽ 8 നില പൊട്ടി പണ്ടാരം അടങ്ങി. അതെല്ലാം കഴിഞ്ഞു, പോട്ടെ, ഒരു മത്സരം ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല അല്ലേ? അതെല്ലാം കഴിഞ്ഞിടെ ഇയാളുടെ അമ്മ മരണപ്പെട്ട ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. കാരണം ആ ഒരു അമ്മയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് പ്രായമുള്ള ഒരു അമ്മയൊന്നും അല്ലായിരുന്നു. അവർക്ക് എന്തോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ മരണപ്പെട്ടു. പിന്നെ റോബിൻ്റെ കുറേയധികം പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അമ്മയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഇയാളുടെ ഈ ഒരു പ്രതിഷേധവും ഇമാതിരി സമരമുറകളും ഒക്കെ കണ്ടപ്പോൾ അയ്യേ ഇവനൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഈ ഒരു പ്രതിഷേധത്തിൽ ഇമാതിരി കാണിച്ചു കൂട്ടുന്ന പട്ടിഷോയ്ക്ക് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഐതിഹാസികമായ വലിയൊരു സമരത്തിനാണ് കേരളത്തിലെ യുവമോർച്ച പ്രസ്ഥാനം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ നേതൃത്വം കൊടുത്തു.